ഹായ് ഫ്രണ്ട്സ്, BSc MLT അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. ഇന്നിപ്പോ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ചൂസ് ചെയ്യാനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റുഡൻസ് മെയിൻ ആയിട്ട് അതായത് അവരുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞ ഒരു കോമൺ ഡൗട്ട് ആണ് ഈ +2 കഴിഞ്ഞതിന് ശേഷം ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഏതാണ്, അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്നുള്ളത്, ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, സ്കോപ്പ് ഉള്ളത്, സാലറി കൂടുതൽ കിട്ടുന്നത് എന്നിങ്ങനെ ഒരുപാട് ഡൗട്ടാണ് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പൊ +2 നമ്മൾ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് എടുക്കുന്ന സമയത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് BSc MLT എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് അനാട്ടമി, അതായത് ഹ്യൂമൻ അനാട്ടമി, പാത്തോളജി, സീറോളജി, ഹിസ്റ്റോളജി തുടങ്ങിയ നിരവധി സബ്ജക്ട്സുകളായിരിക്കും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. വിവിധ തരത്തിലുള്ള അസുഖങ്ങളെ നമ്മൾ ഡയഗ്നോസിസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ് അനലൈസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള അതിലെന്താണ് ഡിസീസ് എന്നുള്ളത് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നതാണ് ഇതിന്റെ മെയിൻ ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത്. UG കഴിഞ്ഞിട്ട് PG കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ PG എടുക്കണം എന്നുള്ളത്, അതിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇമ്മ്യൂണോളജി, ബയോകെമിസ്ട്രി, ബ്ലഡ് ബാങ്ക് തുടങ്ങി ഇങ്ങനെ നമുക്ക് ഓരോ നമുക്ക് ടോപ്പിക്കും സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി PGക്ക് പോകണ്ട, UG തന്നെ മതി, UG കഴിഞ്ഞിട്ട് ജോബിന് കയറാനാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാബ് ടെക്നീഷ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിലോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാവുന്നതുമാണ്. ബേസിക്കലി ഒരു 4-year കോഴ്സ് ആണ് BSc MLT. ഇതിൽ ചില സ്ഥാപനങ്ങൾ 3 year plus 1 year ഇന്റേൺഷിപ്പ് എന്നുള്ള ഫോർമാറ്റിലും, ചില സ്ഥാപനങ്ങളിൽ 3.5 year plus 6 month ഇന്റേൺഷിപ്പ് എന്നിങ്ങനെ പല ഫോർമാറ്റുകളും കണ്ടുവരുന്നത്. ഇതിൽ ഏത് ഫോർമാറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ തിയറിയും പ്രാക്ടിക്കലും കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കും 4-year കോഴ്സ് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇനി മെയിൻ ആയിട്ട് വരുന്നത് +1 +2 നമ്മൾ സയൻസ് പഠിച്ചിരിക്കണം, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ 3 സബ്ജക്റ്റുകൾ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, എബ്രോഡ് ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. എബ്രോഡ് ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹയർ സ്റ്റഡീസിന് പോവുക, ഒന്നെങ്കിൽ നമ്മൾ ഈ UG കഴിഞ്ഞിട്ട് നമ്മൾ ഹയർ സ്റ്റഡീസിന് പോവുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹയർ അതായത് ഹയർ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് പോവുക, ഒരു ജോബിന് വേണ്ടിയിട്ട് പോവുക, അതായത് നമ്മൾ PG സെക്ഷൻ കഴിഞ്ഞിട്ട് പോയി. ഇതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ഇനി വരുന്നതെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്കാംസ് നമ്മൾ കണ്ടുവരുന്നത്, അതായത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് സ്കാംസ് കണ്ടുവരുന്നുണ്ട്. ഇവൻ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് പല സ്ഥാപനങ്ങളിലും എല്ലാ തരത്തിലുള്ള അഫിലിയേഷനും അപ്രൂവൽസ് ഒന്നും കണ്ടുവരുന്നില്ല. ബട്ട് അവിടെ നമ്മുടെ സ്റ്റുഡൻസ് പെട്ടുപോകുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. നമ്മളൊരു അഡ്മിഷൻ ഈ ഒരു കോഴ്സിന് അല്ലെങ്കിൽ ഇപ്പൊ പാരാമെഡിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ഫീസ് സ്ട്രക്ചർ, നമ്മൾ എല്ലാ ഡീറ്റെയിൽസ്, ആ സ്ഥാപനത്തിലുള്ള അപ്രൂവൽസും അഫിലിയേഷൻസും അതുപോലെ കോഴ്സിനെ കുറിച്ചും എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും നമ്മൾ അറിഞ്ഞിരിക്കുക. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ടോ, പേഷ്യന്റ് ഫ്ലോ ഒക്കെ, ബെഡ് ഫ്ലോ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ട് മാത്രമേ അഡ്മിഷൻ എടുക്കാവൂ. സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ പ്രോസസ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.